إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ഇന്ന സാഅത നിശ്ചയമായും അന്ത്യദിനം സാഅ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അന്ത്യനാൾ ആത്തിയത്തുന്നത് വരിക തന്നെ ചെയ്യും, അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. മൂസ നബിക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ് അകാദു ഉഖ്ഫിഹാ, അകാദു ഞാനാകും, ഉഖ്ഫിഹാ അതിനെ മറച്ചു വെക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അന്ത്യനാളിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണത്? ലിതുജുസാ കുല്ലു നഫ്സിൻ, ഓരോ ദേഹത്തിനും പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, ബിമാ തസ്ആ അവരുടെ പരിശ്രമ ഫലത്തിന്, അവരുടെ പരിശ്രമ ഫലം എന്താണോ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും കൃത്യമായി യാതൊരു തരത്തിലുള്ള അനീതിയുമില്ലാതെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ആ അന്ത്യനാളിനെ നാം മറച്ചു വെച്ചിരിക്കുകയാണ്. ആ അന്ത്യനാൾ നിലവിൽ വരിക തന്നെ ചെയ്യും. ആ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് അശ്റിന്റെ മൈതാനിയിൽ ഒരുമിച്ചു കൂടിയുള്ള ആ വിചാരണയുടെ ആ ദിവസം മാലിക് യൗമിദ്ദീൻ എന്ന സൂറ ഫാത്തിയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണർത്തി തന്നത് പ്രതിഫല ദിവസത്തിന്റെ ഉടമയെന്ന് നമ്മൾ നിത്യേന 17 പ്രാവശ്യം നമസ്കാരത്തിൽ കൂടി പ്രഖ്യാപിക്കുന്ന ആ മാലിക് യൗമിദ്ദീൻ, അതാണ് ഇവിടെയും ഉദ്ദേശം. ഉഖ്ഫിഹാ അഖാദു ഉഖ്ഫിഹാ അതിനെ നാം ഗോപ്യമാക്കി വെച്ചു. ലിതുജുസാ കുല്ലു നഫ്സിൻ ഓരോ ദേഹങ്ങൾക്കും പ്രതിഫലം നൽകുന്നതിന്, ബിമാ തസ്ആ അവിടെ പ്രവർത്തന ഫലമായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഫലാ യസുദ്ദന്നക മൂസ നബിയെ താങ്കളെ തടയാതിരിക്കട്ടെ, അൻഹ അതിനെ തൊട്ട്, ആ പരലോക വിചാരണയെ തൊട്ട്, മൻ ഒരുവൻ ലാ യുഅ്മിനു ബിഹാ അതിൽ വിശ്വസിക്കാത്തവൻ, വത്തബ അതിനെ വത്തബ പിൻപറ്റുന്നവനും, ഹവാഉ ദേഹേച്ഛയെ പിൻപറ്റുന്നവനും, ഫതർദാ അങ്ങനെ അപ്പോൾ അവൻ നാശമടഞ്ഞു പോകുന്നതാണ്. സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് പരലോകത്തെ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന്റെ വിചാരണയെ നിഷേധിക്കുന്നവർ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥതയെ, അള്ളാഹുവിന്റെ ഉടമസ്ഥതയെ നിഷേധിക്കുന്നവർ അവർ നാശമടയുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ താങ്കളെ ആ വിഷയത്തെ തൊട്ട് തടയാതിരിക്കട്ടെ എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജൻ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.